CPM-നകത്ത് ആരാധകർ അഥവാ ഒപ്പമുള്ളവർ ആവേശത്തോടെയും എതിരാളികൾ ആശങ്കയോടെയും അടക്കം പറയുന്നൊരു വിശേഷണമുണ്ട് VS-ന്. റിമോട്ട് കൺട്രോൾ എന്ന്. കമ്മിറ്റികളിൽ പിന്തുണ എത്ര കുറവായിരുന്നാലും VS പറയുന്ന അഭിപ്രായത്തിന് പ്രത്യേക മുഴക്കമുണ്ടായിരുന്നു. തന്റെ നിർദ്ദേശത്തെ തൽക്കാലം എല്ലാവരും എതിർക്കുകയാണെങ്കിലും എപ്പോഴെങ്കിലും അതിന് ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസമാണ് VS-നെ നയിച്ചത്. ഒരേ സമയം ആദരിക്കപ്പെടുകയും അതേ തോതിൽ എതിർക്കപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം. ഇന്ത്യയിലോ കേരളത്തിലോ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഉണ്ടാകാത്ത അനുഭവമാണ് VS-ന്റേത്. ഇങ്ങനെ തരം തിരിഞ്ഞുള്ള അഭിപ്രായങ്ങൾ കുമിയുമ്പോൾ സ്വാഭാവികമായും ഒന്ന് ചിന്തിക്കും, എന്തായിരുന്നു VS എന്ന്. തുച്ഛമായ വിവാദങ്ങളിൽ അഭിരമിച്ച് നാൾ പോക്കുന്ന മലയാളിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അവരുടെ കാൽപ്പനികമായ സമര കാഹളങ്ങളുടെ കാലാന്തര സ്വരമായി VS. ഒപ്പം താൻ കടന്നു പോകുന്ന കാലം പഠിപ്പിച്ച അനീതിക്ക് എതിരായ പോരാട്ടം അദ്ദേഹം എന്നും ശിരസ്സുയർത്തി നിർവഹിച്ചു. നീതിയും അനീതിയും ഇഷ്ടം പോലെ മാറ്റിവെക്കുന്ന ശിരസ്സുകളാകുന്ന കാലത്ത് VS വാഴ്ത്തപ്പെട്ടു, വിമർശിക്കപ്പെട്ടു. അങ്ങനെ വന്നപ്പോഴും ശരിക്കും VS എന്ത് ചെയ്തു തന്നു നമുക്കായി എന്നതായി അടുത്ത ചോദ്യം. ചോദ്യങ്ങളെന്നും ആവശ്യമാണ്. ഉയരുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവും നെയ്ത് ഒരുക്കി തന്നെയാണ് VS എന്ന ചുരുക്കെഴുത്ത് ഓർമ്മയാകുന്നത്. VS ഉള്ളപ്പോൾ മറ്റു പലരും എന്തൊക്കെ ചെയ്യാതിരുന്നു എന്ന് നോക്കുക. ആ ഭയവും ആശങ്കയുമായിരുന്നു അക്ഷരാർത്ഥത്തിൽ അച്യുതാനന്ദൻ. ആ പേടി മുൻപും പലതവണ കേരളം കണ്ടിട്ടുണ്ട്. കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ പച്ചയ്ക്ക് കത്തിച്ചിരുന്ന ജന്മികളുടെയും ഗുണ്ടകളുടെയും കണ്ണിൽ, കയറ് പിരിക്കുന്നവരുടെയും കശുവണ്ടി തല്ലുന്നവരുടെയും അവകാശങ്ങൾ നിഷേധിക്കുന്ന കങ്കാണികളുടെ കണ്ണിൽ, സമരത്തെ ഒറ്റുകൊടുത്ത കരിങ്കാലികളുടെ കണ്ണിൽ, സമൂഹത്തെ വഞ്ചിക്കുന്നവരുടെ നെഞ്ചിൽ. ആ പേടിക്ക് കാരണം ആകാശത്തേക്ക് ഉയർന്ന ആ കൊടിയാണ്. പല തലമുറകളെ ആ കൊടി പിടിക്കാൻ പഠിപ്പിച്ചത് ഈ മനുഷ്യനാണ്. 1987 KR ഗൗരിയമ്മയ്ക്ക് നിഷേധിച്ച മുഖ്യമന്ത്രി സ്ഥാനമാണ് കേരളത്തിന്റെ ചരിത്രപരമായ തീരാ നഷ്ടങ്ങളിലൊന്ന്. അന്ന് ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ IT മേഖലയിൽ മാത്രമല്ല സ്ത്രീ വിമോചനത്തിലും കേരളം ഒരുപാട് കാലം മുന്നിൽ നടന്നേനെ. നൂറ്റാണ്ടുകൾ പിന്നിട്ട യാതനാ പർവ്വത്തിന് ഒടുവിൽ സമത്വം നേടാൻ കേരളത്തിലെ പെൺകുട്ടികൾ തെല്ലെങ്കിലും മുന്നോട്ട് വന്ന കാലം ഇന്നത്തേതാണ്. അതിലേക്കുള്ള ചാലക ശക്തി VS ആയിരുന്നു. പരിസ്ഥിതിയെ VS ഒരു സമരായുധമാക്കി. വയൽ, തണ്ണീർത്തടം തൊട്ട് ഭൂവിനിയോഗം വരെ VS ഉന്നയിച്ച വിഷയങ്ങളിൽ പലതും വരും തലമുറയ്ക്കുള്ളതുകൂടിയായി. അഴിമതിക്കെതിരെ പൊരുതുന്ന പിതൃബിംബമായി VS നിന്നു. മൂന്നാറിലെ പെമ്പിളയൊരുമൈ സമരം, ഓഞ്ചിയത്ത് KK രമയുടെ നിസ്സഹായത. VS കടന്നെത്തിയപ്പോൾ അവർ ശക്തരായി മാറി. VS ഉണ്ടായിരുന്നെങ്കിൽ ആശാസമരം എന്നേ ഒത്തുതീർന്നേനെ എന്നും നീതി നടപ്പായേനെ എന്നും കരുതുന്ന എണ്ണമറ്റ മലയാളികളെ കാണാം. നാം എന്തായിരുന്നു എന്ന ഓർമ്മയാണ് VS അച്യുതാനന്ദൻ. രാജവാഴ്ചയും നാടുവാഴ്ത്തവും അവസാനിച്ചു എന്ന ജനാധിപത്യ പ്രഖ്യാപനമായിരുന്നു VS. സ്വാതന്ത്ര്യം നേടാനും അപഹരിക്കപ്പെടുമ്പോൾ വീണ്ടെടുക്കാനും പോരടിച്ചവർ. അങ്ങനെ അദ്ദേഹം കേരളത്തിന്റെ സമര ചരിത്രമായി മാറി.